അടിമാലി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടിയെത്തുന്ന ആദിവാസി പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ടവരെ ഇടുക്കി മെഡിക്കൽ കോളേജിലേക്ക് റഫർ ചെയ്യുമ്പോൾ അവിടെ ചികിത്സാ സൗകര്യങ്ങളില്ലെന്ന പേരിൽ ചികിത്സ നിഷേധിക്കുന്ന നിലപാട് അംഗീകരിക്കാനാവില്ലെന്ന് KPMS ആരോപിച്ചു. ചികിത്സാ സൗകര്യമില്ലെന്നും കോട്ടയം മെഡിക്കൽ കോളേജിലേക്കോ കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്കോ പോകണമെന്ന നിർദ്ദേശം നൽകുന്നതും പ്രതിഷേധാർഹമാണെന്നും ഇതിനെതിരെ ശക്തമായ പോരാട്ടങ്ങളിലേക്ക് KPMS കടക്കുമെന്നും സംസ്ഥാന കമ്മിറ്റി അംഗം KK രാജൻ പറഞ്ഞു. അടിമാലി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടിയെത്തുന്ന ആദിവാസി പട്ടികജാതി പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ടയാളുകളെ ഇടുക്കി മെഡിക്കൽ കോളേജിലേക്ക് ചികിത്സയ്ക്കായി അയക്കുമ്പോൾ ഇടുക്കി മെഡിക്കൽ കോളേജിൽ ചികിത്സ നിഷേധിക്കുന്ന നിലപാട് അംഗീകരിക്കാനാവില്ലെന്ന് KPMS ആരോപിച്ചു. അടിമാലി താലൂക്ക് ആശുപത്രിയിൽ നിന്നും വിദൂരെയുള്ള ഇടുക്കി മെഡിക്കൽ കോളേജിലേക്ക് ഇത്രയും ദൂരം യാത്ര ചെയ്ത് ചെല്ലുമ്പോൾ ഇടുക്കി മെഡിക്കൽ കോളേജിൽ ഇതിനുള്ള സൗകര്യമില്ലെന്നും മെഡിക്കൽ കോളേജിലെത്തുന്ന രോഗികളോട് കോട്ടയം മെഡിക്കൽ കോളേജിലേക്കോ കളമശ്ശേരിയിലേക്കോ പോകണമെന്ന് നിർദ്ദേശം നൽകുന്നു. ഇത് ആദിവാസി പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് ചികിത്സ നിഷേധിക്കുന്ന അവസ്ഥയാണെന്നും KPMS സംസ്ഥാന കമ്മിറ്റി അംഗം KK രാജൻ ആരോപിച്ചു. ചികിത്സ നിഷേധിക്കുന്ന ഒരു നടപടിയാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. ഈ സമീപ ദിവസങ്ങളിൽ മീഡിയാനെറ്റ് പോലെയുള്ള വാർത്താ ചാനലുകൾ പുറത്തുവിട്ട സംഭവങ്ങൾ വളരെ വേദനാജനകമാണ്. പ്രത്യേകിച്ച് ഇത്ര ദൂരം സഞ്ചരിച്ച് ഇടുക്കി മെഡിക്കൽ കോളേജ് ചെല്ലുമ്പോൾ അവിടെ അതിനുള്ള ചികിത്സയ്ക്ക് സൗകര്യങ്ങളില്ല. നിങ്ങൾ എത്രയും പെട്ടെന്ന് കോട്ടയം മെഡിക്കൽ കോളേജിലേക്കോ കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് പോകാൻ വേണ്ടിയുള്ള നിർദ്ദേശമാണ് അവിടുന്ന് ലഭ്യമാകുന്നത്. ഇത് ആദിവാസി വിഭാഗപ്പെട്ട ആളുകളെ ചികിത്സ നിഷേധിക്കുകയും അവരുടെ മരണം വരെ സംഭവിക്കുന്ന തരത്തിലേക്ക് മാറാവുന്ന അവസ്ഥയാണ് കാണാൻ കഴിയും. ഈ നടപടിക്കെതിരെ KPMS ശക്തമായ ഒരു സമര പോരാട്ടങ്ങളിലേക്ക് തിരിയും. ഈ രീതിയിൽ ചികിത്സ നിഷേധിക്കുന്നത് രോഗിയുടെ മരണം സംഭവിക്കുന്നതിന് വരെ കാരണമായേക്കാം. ഈ നടപടിക്കെതിരെ KPMS ശക്തമായ പോരാട്ടങ്ങളിലേക്ക് കടക്കുമെന്നും അടിയന്തരമായി പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ടയാളുകൾ ചികിത്സയ്ക്കെത്തുമ്പോൾ അർഹമായ ചികിത്സ ലഭ്യമാക്കുന്നതിനുള്ള സൗകര്യം അധികൃതരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകണമെന്നാണ് ആവശ്യം. ഇതിനായി സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഇടപെടലുണ്ടാകണമെന്നും KPMS സംസ്ഥാന കമ്മിറ്റി അംഗം KK രാജൻ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, അടിമാലി.